അസ്സലാമു രുചിക്കൂട്ടം 2020 വിദ്യാർത്ഥികൾക്കായുള്ള പാചക മത്സരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് കോൺടെസ്റ്റ് നമ്പർ 6 കോഴിക്കോട് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അയാന ഫാത്തിമ. ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന 3 വീഡിയോകൾക്കാണ് സമ്മാനം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൈ നെയിം ഈസ് അയാന ഫാത്തിമ. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് ആണ്. ആ പപ്സ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സമൂസ ലീവ്സ്, പിന്നെ കൊത്തി അരിഞ്ഞ ഉള്ളി, പിന്നെ മുട്ട, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കൊത്തി അരിഞ്ഞ പച്ചമുളകും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഈ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. നമുക്ക് ഇനി നമുക്ക് ഇത് നല്ലോണം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഉള്ളി നല്ലോണം വഴന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നാലേ നല്ലോണം ഉള്ളി വഴഞ്ഞുള്ളൂ. നമ്മുടെ ഉള്ളി ഇപ്പോൾ നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അത് നല്ലോണം ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചപ്പും പൊതിനയും ഇട്ടിട്ട് നന്നായി വഴറ്റാം. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പം ഉള്ളിയൊക്കെ വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ലീഫിലേക്ക് ഈ പപ്സ് റെഡിയാക്കാം. നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കിയ പേസ്റ്റാണ് പപ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് സമൂസ ലീഫിൽ ഇങ്ങനെ ക്രോസ് ആയി വെക്കാം. ശേഷം ഇവിടെ ഈ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കിയ പേസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഹോൾസ് ഉണ്ടാവാൻ പാടില്ല. ഈ മൈദാൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഫ്രൈങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പപ്സ് നമുക്ക്
നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ടെടുത്തിട്ട് നടുന്ന് പൊടിച്ചെടുക്കാം. ആ സൈഡും ഈ ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിലേക്ക് മാറ്റി ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ലീഫ് കൊണ്ട് ഉണ്ടാക്കിയ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു. പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. വീഡിയോകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8891686885. 2020 ജൂൺ 30 മുമ്പായി വീഡിയോകൾ അയക്കുക.